മന്ത്രി പി.എ. മുഹമ്മദ് റിയാസിനെ വിവാദത്തിലാക്കാൻ ജ്യോതി മൽഹോത്ര എന്ന വ്ളോഗർ, അതായത് ട്രാവൽ വ്ളോഗർ, കേരളത്തിലെ ടൂറിസം ഡെസ്റ്റിനേഷൻ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒരു ഏജൻസി കൊണ്ടുവന്ന് അവർ ഈ നാടിന്റെ ഡെസ്റ്റിനേഷനെ കുറിച്ച് ചാനലിലൂടെ വിശദീകരിച്ച് അതിനൊരു പബ്ലിസിറ്റി ഉണ്ടാക്കി. ആ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നീട് ചാരപ്രവൃത്തിയിൽ കേന്ദ്ര സർക്കാർ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് റിയാസ് ജ്യോതി മൽഹോത്രയെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളൊരു കഥ സംഘപരിവാറുകാർ അങ്ങ് പടച്ചു വിടുകയാണ്. ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളിലെല്ലാം കേന്ദ്ര സർക്കാരിന്റെ അധികാരം ഉപയോഗപ്പെടുത്തിയും പോരാത്തതിന് കേന്ദ്ര സർക്കാരിനോടൊപ്പം തന്നെ നിൽക്കുന്ന വൻകിട മുതലാളിമാരെ കൊണ്ട് ചാനലുകളുടെ ഷെയർ എല്ലാം എടുപ്പിച്ചതിന് ശേഷം എന്ത് നുണയും ചാനലുകളിലൂടെ തട്ടിവിടാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജ്യോതി മൽഹോത്രയെ ഒരു ഏജൻസി ഇവിടെ കൊണ്ടുവന്ന് കാലാകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം ചെയ്തിട്ട് പോയതിനു ശേഷം 5 മാസങ്ങൾക്കിപ്പുറം അവരെ ചാരപ്രവർത്തനത്തിന് കേന്ദ്ര സർക്കാർ അറസ്റ്റ് ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും 5 മാസങ്ങൾക്ക് മുന്നേ അവർ വെറുമൊരു ട്രാവൽ വ്ളോഗറാണ്. വ്യൂവർഷിപ്പുള്ള യൂട്യൂബ് പേജുമുണ്ട് അവർക്ക്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കേരളത്തിലേക്ക് വരുന്നതും കേരളത്തിന്റെ ഡെസ്റ്റിനേഷനുകളെല്ലാം അവർ സഞ്ചരിച്ച് നാട്ടുകാരുടെ മുന്നിൽ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊടുത്തതും. ആ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഒരു വ്യാജ കഥ ഉണ്ടാക്കാൻ മിടുക്കന്മാരായിട്ടുള്ള സംഘികൾ